ഒന്നാം പിണറായി സർക്കാർ ആരംഭിച്ച പട്ടികവർഗ ഊരുകളിലെ പഠനമുറികൾ അടച്ചുപൂട്ടാനുള്ള നീക്കം അനുവദിക്കാനാകില്ല എന്ന് ആദിവാസി മഹാസഭ. ഈ സ്ഥാപനത്തിൽ സംസ്ഥാനത്തിലുടനീളമായി 15,000-ലേറെ കുട്ടികളും 364 ഫെസിലിറ്റേറ്റർമാരും പ്രവർത്തിക്കുന്നു. പഠനമുറിയുടെ ചുമതലയുള്ള പട്ടികവർഗ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും ട്രൈബൽ ഡയറക്ടർ, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ സെന്ററുകൾ സന്ദർശിക്കുമ്പോൾ ITDP ഉദ്യോഗസ്ഥർ അധ്യാപകരെയും രക്ഷിതാക്കളെയും മുൻകൂട്ടി ഭീഷണിപ്പെടുത്തി സെന്ററുകൾക്ക് ഒരു കുറവുമില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഈ ഗുരുതര വിഷയങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി, ഡയറക്ടർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ സംസ്ഥാനതലത്തിൽ പട്ടികവർഗ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും കോടതിയെ സമീപിക്കാനും ആദിവാസി മഹാസഭ തീരുമാനിച്ചതായി പ്രസിഡന്റ് മോഹനൻ ത്രിവേണി, ജനറൽ സെക്രട്ടറി K ശശികുമാർ, രക്ഷാധികാരി G മധുസൂദനൻ എന്നിവർ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. കാര്യക്ഷമമല്ല എന്നുള്ള ഒരു വിവരമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. വിശദീകരണം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് തരുന്നതാണ്. നമ്മുടെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ നമ്മുടെ കേരളത്തിലെ 15,000-ഓളം വരുന്ന പട്ടികവർഗ കുട്ടികൾക്ക് വേണ്ടി കഴിഞ്ഞ 3 ഘട്ടങ്ങളിലായിട്ട് സ്ഥാപിച്ച 364 പഠനമുറികളുടെ പ്രവർത്തനം ഇന്ന് ആ പഠനമുറികൾ അടച്ചുപൂട്ടുന്ന സാഹചര്യത്തിലേക്ക് ചെന്നു നിൽക്കുന്നു എന്നുള്ള കാര്യം സർക്കാരിനെയും അതുപോലെ തന്നെ മറ്റു ജനങ്ങളെയും അറിയിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഈ പത്രസമ്മേളനം ഞങ്ങൾ നടത്തുന്നത്. ഇത് സംബന്ധിച്ച് നമ്മുടെ വകുപ്പ് മന്ത്രിക്കും അതുപോലെ മുഖ്യമന്ത്രിക്കും ഞങ്ങൾ പരാതി നൽകിയിരുന്നു. എന്താണ് പഠനമുറികളെ സംബന്ധിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ സാധാരണ ഈ പട്ടികവർഗ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക്, അവർ മറ്റ് സമൂഹങ്ങളെ പോലെ പഠിച്ചുയർന്നു വരുന്നതിനുള്ള പിന്നോക്കാവസ്ഥ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ പഠനമുറികളുടെ തുടക്കം കുറിച്ചത്. അത് 100% നല്ലൊരു പദ്ധതിയാണ്, നടപ്പിലാക്കിയതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പദ്ധതിയാണെന്നാണ് ആദിവാസി സമൂഹത്തിന്റെ വിലയിരുത്തൽ. എന്നിട്ട് പ്രധാനമായിട്ടും ഈ നമ്മുടെ ആദിവാസി കുട്ടികളെ കൂടുതലും ഹൈറേഞ്ച് മേഖലയിലാണ് താമസിക്കുന്നത്. പൊതുസമൂഹമായിട്ട് പോകുന്ന വളരെ കുറച്ച് സമൂഹങ്ങൾ മാത്രമാണുള്ളത്. കൂടുതലും വനമേഖലയിലാണ് താമസിക്കുന്നത്. അപ്പൊ ഇവിടങ്ങളിലെല്ലാം കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതിൽ ഉള്ള പ്രശ്നങ്ങൾ. കാരണം അവർ ഒരുപാട് ദൂരെ പോയിട്ട് പഠിച്ചിട്ട് വൈകിട്ട് വീട്ടിൽ ചെന്ന് പ്രശ്നം വെച്ച് കിടന്ന് ഉറങ്ങി രാവിലെ ഒഴിച്ചു വരും. അപ്പം മറ്റു കുട്ടികൾ ആ പഠനം ക്ലാസ്സുകളിൽ അവരുടെ ആ ഒരു പഠന നിലവാരത്തിന് മുന്നിൽ ഇവർ നിർജീവമായി നോക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെ പല കുട്ടികളും അവർക്ക് മറ്റുള്ളവരൊപ്പം പഠിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ അവർ കൊഴിഞ്ഞു പോകുന്നത് ഒരു പതിവായിരുന്നു. പിന്നെ ഇവർക്ക് ഈ വരുന്ന കുട്ടികൾ ട്യൂഷൻ സംവിധാനമില്ല. അപ്പൊ ഇതിനെയൊക്കെ കണക്കെടുത്തിട്ടാണ് 2017 കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പഠനമുറി തുടങ്ങിയത്. അപ്പൊ അവിടെ വരുന്ന ഇപ്പൊ നമുക്ക് സെറ്റിൽമെന്റുകളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഊരുകളിൽ നമ്മുടെ കുട്ടികളെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർ നേരെ പോകുന്നത് പഠനമുറിയിലാണ്. അതായത് 15,000-ലേറെ കുട്ടികളുണ്ട്. ഈ പഠനമുറി ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ പട്ടികവർഗക്കാരായിട്ടുള്ള വളരെ സ്റ്റാൻഡേർഡ് അല്ല, PhD വരെ ഉള്ള ആളുകളാണ് അവിടെ, കുട്ടികളാണ്, പട്ടികവർഗ കുട്ടികളാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. അവര് LKG മുതൽ ചില സ്ഥലത്ത് PSC കോച്ചിങ് സെന്റർ വരെ, PSC കോച്ചിങ് സെന്റർ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല, എന്നാലും അതുവരെ എടുക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ജോലി കിട്ടാതിരുന്ന പ്രദേശങ്ങളിൽ കുട്ടികൾക്ക് ജോലി കിട്ടാൻ സാധ്യത ഉണ്ടാക്കിയത് ഈ പഠനമുറി വഴിയാണ്. കാരണം BSCയുടെ കോച്ചിങ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് അവര് ഈ കുട്ടികളെ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളെ നേരെ അവിടെ ചെല്ലുകയും അവർക്ക് അവിടെ പഠനം കൊടുക്കുക. അത് 3 മണി തൊട്ട് ചില സെന്ററുകളിൽ രാത്രി 8 മണി വരെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. ഏറ്റവും ഗുണകരമായിട്ടുള്ള ഗുഡായിട്ടുള്ള ഒരു പദ്ധതിയാണത്. അപ്പൊ ആ പദ്ധതിയിൽ ഈ വരുന്ന കുട്ടികൾക്കെല്ലാം അവിടെ ട്യൂഷൻ കൊടുക്കുന്ന സംവിധാനം എല്ലാ തരത്തിലുള്ള LKG മുതൽ ഈ പറയുന്ന BSc കോച്ചിങ് വരെ നമ്മൾ നടത്തുന്ന നമ്മുടെ അധ്യാപകരാണ് അവിടെ ഉള്ളത്. അപ്പൊ ആ അധ്യാപകർ വരുന്നത് ഈ പറയുന്ന 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഒക്കെയാണ് ഈ കാട്ടിനുള്ളിൽ കൂടെ വരുന്നത്. ആനശല്യവും പന്നിശല്യം അല്ല നിങ്ങൾക്ക് അറിയാലോ. ഈ ശല്യങ്ങളെല്ലാം ഉള്ളപ്പോൾ കൃത്യമായ അധ്യാപകർ ആ സമൂഹത്തോട് കാണിക്കുന്ന പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് 15,000 രൂപയാണ് ഇവർക്കുള്ള പിന്നെ ശമ്പളമല്ല ഇവർക്ക് കൊടുക്കുന്ന ഒരു കൂലി. 15,000 രൂപയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് അവർ വന്ന് പഠിപ്പിക്കുമ്പോൾ അവർക്ക് എല്ലാ സമയം പൈസ കൊടുക്കില്ല.
ഇനി കുട്ടികളുടെ ഫുഡിന്റെ കാര്യം, ഈ പറയുന്ന രാവിലെ പോകുന്ന കുട്ടികൾ വൈകിട്ട് വീട്ടിൽ നിന്ന് കഴിക്കാന്ന് വെച്ചാൽ അത് വീട്ടിലേക്ക് പോകുന്നില്ല. അവിടെ വരുമ്പോൾ അവർക്ക് ഇതുപോലെ ബിസ്ക്കറ്റ്, ചായ, പുട്ട അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ അധ്യാപകർ തന്നെ പൈസ എവിടെ നിന്നെങ്കിലുമൊക്കെ മറിച്ച് കൃത്യമായിട്ട് ഈ കുട്ടികൾ വരണമല്ലോ, അല്ലെങ്കിൽ വരുത്തില്ല. അതുകൊണ്ട് അവർക്ക് അവർ ഫുഡെല്ലാം അറേഞ്ച് ചെയ്യും. പൈസ സമൂഹത്തിന് കൊടുക്കത്തില്ല. ഇതാണ് നമ്മുടെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരവസ്ഥ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ഇതിനകത്ത് പറയാൻ ചെയ്യുന്നത്, ഇതിനകത്തെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തത് 121 സെന്ററുകളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 കമ്പ്യൂട്ടറും 1 TV ആണ് ഒരു സെന്ററിൽ വേണ്ടത്. അപ്പൊ ഒരു കമ്പ്യൂട്ടർ 1 TV തമ്മിൽ കണക്ട് ചെയ്ത് പാഠഭാഗങ്ങൾ അതിൽ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കും. ഒരു കമ്പ്യൂട്ടർ വെച്ചിട്ട് അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സംഭവം അങ്ങനെ ഉള്ള ഒരു സെന്ററിൽ, അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത 121 സെന്ററുകൾ ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് വിവരാശം വഴി കിട്ടിയിട്ടുള്ളത്. കേരളത്തിലെ മൊത്ത കാര്യമാണ് നമ്മൾ പറയുന്നത്. അതുപോലെ കമ്പ്യൂട്ടർ പ്രവർത്തനരഹിതമായ 62 ഇടങ്ങളിൽ പ്രവർത്തനരഹിതമായ കമ്പ്യൂട്ടറാണ്. TV പ്രവർത്തനമില്ലാത്ത 49 സ്ഥലങ്ങളിൽ TV പ്രവർത്തനമില്ല. അതുപോലെ കമ്പ്യൂട്ടർ ഇല്ലാത്ത, അതായത് 3ാം ഘട്ടം കൊടുത്ത സ്ഥലത്ത് കമ്പ്യൂട്ടർ ഇല്ലാത്ത 51 സെന്ററുകളുണ്ട്. ഇതുവരെ കമ്പ്യൂട്ടർ കൊടുത്തിട്ടില്ല. അതുപോലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള സ്ഥലമാണ്. രാത്രിയാണ് ക്ലാസ് എടുക്കുന്നത്. ഈ സ്ഥലത്ത് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അതിന് വെള്ളം കാണില്ല, ചില സ്ഥലത്ത് ടോയ്ലറ്റ് ഇല്ല. അങ്ങനെ ഫാനും ലൈറ്റും ടോയ്ലറ്റും ഇല്ലാത്ത 96 സെന്ററുകളുണ്ട്. ഇത്ര ശോചനീയമായ ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് വേറൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, ഇപ്പൊ നമ്മുടെ ഡയറക്ടർ, കളക്ടർ പോലുള്ള ആളുകളാണ് ഇതിന്റെ നിയന്ത്രണങ്ങളെല്ലാം നടത്തുന്നത്. ചിലപ്പോൾ മന്ത്രിയൊക്കെ സന്ദർശിക്കും. ഈ സമയങ്ങളിലെല്ലാം ചെയ്യുന്നത് ഇവര് ഈ അധ്യാപകരെന്ന് പറയുന്ന പട്ടികവർഗക്കാരായിട്ടുള്ള അധ്യാപകരെടുത്ത് അവർ പറയും, അവര് ഇന്ന ദിവസം ഇവിടെ എൻക്വയറിക്ക് അല്ലെങ്കിൽ അവിടെ അന്വേഷണത്തിൽ വരുന്നുണ്ട്, അന്ന് ഈ ഉപകരണങ്ങളെല്ലാം ഗുഡാണെന്ന് പറയണം, അവിടെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയണം എന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് TO-മാര് ഈ പട്ടികവർഗ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ കുത്തഴിഞ്ഞ നിലപാടുകളാണ്. ഈ പട്ടികവർഗ വകുപ്പ് നടപ്പിലാക്കുന്നതിനകത്ത് പട്ടികവർഗക്കാർക്ക് ഒരു പങ്കുമില്ല. ഈ ഉദ്യോഗസ്ഥന്മാർ ഫണ്ട് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പദ്ധതി മാത്രമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിഷയം കേരളത്തിലെ പട്ടികവർഗ കുട്ടികൾക്ക് ഈ സമൂഹത്തിൽ ഉയർന്നു വരാനും പഠിക്കുവാനും ജോലി കിട്ടാനുമുള്ള ഏറ്റവും വലിയൊരു പദ്ധതിയായിട്ടുള്ള ഈ പദ്ധതിയുടെ കാര്യത്തിൽ പോലും ഈ ഉദ്യോഗസ്ഥന്മാരുടെ നിലപാട് ഇതാണ്. ഇനി വേറൊരു കാര്യം നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ മെയിൻ്റെനൻസ്, ഇതിന്റെ വാറന്റി പീരീഡ് കഴിഞ്ഞാലും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഇതിന്റെ എന്തെങ്കിലും മെയിൻ്റെനൻസ് വരികയാണെങ്കിൽ ഇതിന് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ കൊടുക്കണം. ഇഷ്ടംപോലെ ഫണ്ടുള്ളതാ ഈ സെന്ററുകൾ. ഈ പറയുന്ന ഈ ഇതെല്ലാം കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഇത് മെയിൻ്റെനൻസ് ചെയ്യാൻ സംവിധാനമില്ല. ഇലക്ട്രിക്കൽ, അതുപോലെ കറണ്ട്, പല സ്ഥലത്ത് കറണ്ട് ഇല്ല. കറണ്ടിന്റെ പൈസ കറണ്ട് ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ പൈസ അവർ അടയ്ക്കത്തില്ല. അതിനെ നശിപ്പിച്ച് കോളമാക്കിയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഞങ്ങളെ സംബന്ധിച്ച് മറ്റ് ഏതൊരു വിഷയത്തെക്കാളും വിദ്യാഭ്യാസമാണല്ലോ ഏറ്റവും മുന്നിലുള്ളത്. പ്രത്യേകിച്ച് പട്ടികവർഗ സമൂഹങ്ങളെ വിദ്യാസമ്പന്നരാക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ്. ആ മേഖലയിൽ ഇത് 100% നല്ലൊരു പദ്ധതിയാണ്. ഈ പദ്ധതി ഇങ്ങനെ തകിടം മറിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കേണ്ടതായിട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇതിന് ഈ സെന്ററുകള് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. ഈ പറയുന്ന ഇത് കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തണം. എത്ര സെന്ററുകൾ പ്രവർത്തിക്കും? ഇനിയിപ്പം അട്ടപ്പാടിയും നിലമ്പൂരും അതുപോലെ 3-4 സെന്ററുകളിലുള്ള വിവരാശം കിട്ടിയിട്ടില്ല. അട്ടപ്പാടിയിലൊക്കെ പൂർണ്ണമായും പരാജയമാണ് എന്നുള്ളതാണ്. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും അട്ടപ്പാടിയിൽ ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചിരുന്നു, എനിക്ക് ഇതിന്റെ റിപ്പോർട്ട് തരണമെന്ന്. വിവരാശത്തിന്റെ മറുപടി അപ്പീലിന് ശേഷമാണ് തരുന്നത്. എന്നിട്ട് അവർ തന്നില്ല. അതും കൂടെ കിട്ടാൻ ഇതിന്റെ ഇരട്ടിയായിരിക്കും. നമ്മൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. കാരണം പച്ചയായിട്ടുള്ള കുറെ മനുഷ്യർ ഈ കാട്ടിനകത്ത് കിടക്കുന്നത്, അവരുടെ പേരിൽ എത്രയോ കോടികളായി അവർ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് എന്തുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല? അത് പറയാൻ വരുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലപാടിലേക്ക് നമ്മുടെ കേരളത്തിലെ പട്ടികവർഗ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ അധപ്പതിച്ചു എന്നുള്ളതാണ്. കൃത്യമായിട്ടും അന്വേഷണം നടത്തണം. എല്ലാ സെന്ററുകളും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള സംവിധാനം സർക്കാരിന്റെ ഭാഗത്തുണ്ടാവണം. ഇതിപ്പോ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ പേരിൽ ഇതെല്ലാം സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ഈ സെന്ററുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ജില്ലാ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ധർണകൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിഷയം മുന്നോട്ട് വെച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്.
ഇത്രയും വളരെ തരംതാണ രീതിയിലുള്ള ഒരു നിലപാടാണ് ഈ പട്ടികവർഗ വകുപ്പിന്റെ കീഴിലുള്ള ഈ പഠനമുറികളുടെ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതിന് വേണ്ടുന്ന നടപടികൾ ഉണ്ടാവണം. തീർച്ചയായിട്ടും നമ്മുടെ മീഡിയയും മാധ്യമങ്ങളൊക്കെ ഒന്ന് സഹകരിച്ച് ഈ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാവും. നമ്മുടെ പെഞ്ചു കുട്ടികൾക്ക്, പാവപ്പെട്ട കാട്ടിക്കിടക്കുന്ന കുട്ടികൾക്ക്, അവർക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ശബ്ദിക്കുന്നത്. ദയവായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക്